ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒട്ടും വെള്ളം നനവ് പാടില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അധികം വിളയാത്ത നല്ല പിഞ്ച് വെണ്ടയ്ക്ക വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ഒടിച്ചൊടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് വിളഞ്ഞതാണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് നെടുകയൊന്ന് കീറിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നെടുക നമ്മൾ കീറാതെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയെല്ലാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കടലമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയൊന്ന് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഈ പൊടികളൊക്കെ ഈ വെണ്ടയ്ക്കയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ച ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കി പൊടികളെല്ലാം ഇതുപോലെ നനഞ്ഞ് നമ്മുടെ ഈ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ഈ പൊടികളൊക്കെ ഈ വെണ്ടയ്ക്കയിൽ പിടിച്ച് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് കടുകെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. കടുകെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കടുകെണ്ണ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കടുകെണ്ണയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ കടുകെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യരുത് കേട്ടോ. തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് അടച്ചു വെച്ച് കൊടുത്താൽ ഒരുപാട് കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ ഇനി ഇതിനകത്ത് ഉപ്പൊന്നും ഇപ്പോൾ ഇടാൻ പാടില്ല കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ ഇതങ്ങ് നമ്മൾ ആ മെഴുക്കുവരട്ടി വെക്കുന്ന ആ ഒരു രീതിയിലായി പോകും. അങ്ങനെയല്ല, നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഒരുപാടൊന്നും ചെയ്യേണ്ട, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്ര മാത്രം മതി. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാളയാണ്. ഒരു സവാള ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3-4 വെളുത്തുള്ളിയാണ്. കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ. അപ്പോൾ അതാണ്ട ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്ത ശേഷം ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ സവാളയൊക്കെ. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വേണ്ട ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ ചിരകിയതാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് തേങ്ങ നമ്മൾ ചേർക്കരുത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൂരി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഈ ഒരു കറി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും വെണ്ടയ്ക്കയൊക്കെ കാണുന്നതാണല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മളിതുപോലെ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഇപ്പോൾ ദാണ്ട് ഇതേ രീതിയിൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് സവാളയിലൊക്കെ ഒന്ന് പിടിച്ച് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറുമ്പോഴേ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇങ്ങനെ തന്നെ അരച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്, നല്ല കുഴമ്പ് രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുകെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുകെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ആ സവാളയൊക്കെ വഴറ്റിയെടുത്തത് ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രീതിയിലാണ് അരച്ചെടുത്തേക്കുന്നത്, ഒരുപാട് വെള്ളമാക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ അരച്ചെടുക്കാവൂ. അപ്പോൾ അതാണ് അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം. ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഈ അരപ്പിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിൽ കിട്ടും. ഇതാ കണ്ടില്ലേ, നമ്മുടെ അരപ്പ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം നനവ് ഒന്നും ഇല്ലാതെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ദാണ്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് ഈ ഒരു കറിക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു കറി എന്നല്ല, നമ്മൾ ഏത് കറി വെച്ചാലും നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ അരപ്പൊക്കെ വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടിക്ക് പിടിക്കാതെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ഇനി നമുക്ക് ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചാണ് ഇട്ടേക്കുന്നത്. നമ്മളിതിനകത്ത് കടലമാവൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ. ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണമെന്നനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഒരുപാടങ്ങ് ലൂസായിട്ട് എടുക്കരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ ഈ കറി. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സമയം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ കറിക്ക് കിട്ടും കേട്ടോ. കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാണ്ട് 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒന്നുകൂടി നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.